ഹലോ, എല്ലാവർക്കും ബയോസ്റ്റിന്റെ HSI നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അനാട്ടമി എന്ന മൊഡ്യൂളിലെ അനോമലസ് സെക്കൻഡറി തിക്നിങ് എന്ന ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അനോമലസ് സെക്കൻഡറി തിക്നിങ് ഒരു പ്ലാന്റിന്റെ നോർമൽ സെക്കൻഡറി തിക്നിങ്, അതായത് ദ്വിതീയ വളർച്ചയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അസാധാരണമായിട്ടുള്ള ദ്വിതീയ വളർച്ച, അതായത് നോർമൽ അല്ലാത്ത രീതിയിലുള്ള ഒരു സെക്കൻഡറി തിക്നിങ് ആണ് ഡിസ്കസ് ചെയ്തത്. അത് ഏതൊക്കെ പ്ലാന്റിൽ നിന്നാണ്? ഒന്ന് ബൊറേവിയ, തഴുതാം എന്ന പ്ലാന്റ്, ദെൻ ബിഗ്നോണിയ, അതൊരു വള്ളിപ്പടർപ്പായിട്ടുള്ള പ്ലാന്റ് ആണ്. ദെൻ ഡ്രസീന, നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഇലച്ചെടിയാണ് ഡ്രസീന. ഇങ്ങനെ 3 പ്ലാന്റിലുള്ള അനോമലസ് സെക്കൻഡറി തിക്നിങ് ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പോകാം വീഡിയോയിലേക്ക്. അസാധാരണ ദ്വിതീയ വളർച്ച അഥവാ അനോമലസ് സെക്കൻഡറി തിക്നിങ്. ഒരു പ്ലാന്റിൽ എങ്ങനെയാണ് നോർമൽ സെക്കൻഡറി തിക്നിങ് നടക്കുന്നത്? പ്രത്യേകിച്ച് പാറ്റേണിൽ ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഓരോ സീസൺ അനുസരിച്ച് ക്യാമ്പിൽ റിങ് ആക്റ്റീവ് ആവുകയും അകത്തോട്ട് സൈലും പുറത്തോട്ട് ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു പാറ്റേൺ കീപ്പ് ചെയ്തിട്ടാണ് ഫോളോ ചെയ്ത് പോകുന്നത്. എന്നാൽ അസാധാരണ സെക്കൻഡറി തിക്നിങ്ങിൽ ഇതിൽ നിന്ന് വ്യത്യാസമായി ഏതെങ്കിലും തരത്തിലുള്ള രീതിയിലായിരിക്കും പുതിയ ടിഷ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമൽ ക്യാമ്പിൽ റിങ് അല്ലെങ്കിൽ നോർമൽ വാസ്കുലർ ക്യാമ്പത്തിന്റെ സെയിം പാറ്റേൺ ആയിരിക്കില്ല. അതിൽ നിന്നും വ്യത്യാസമായിട്ട് പുതിയ ഏതെങ്കിലും ടിഷ്യൂസ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ക്യാമ്പിൽ ആക്റ്റീവ് ആവുന്നതിലൊരു വ്യത്യാസം, അങ്ങനെ നോർമൽ ക്യാമ്പിയത്തിന്റെ ആക്റ്റീവിൽ നിന്നും കുറച്ച് വ്യത്യാസപ്പെട്ട് കാണപ്പെടുന്ന രീതിയിലുള്ള സെക്കൻഡറി തിക്നിങ്ങിനെയാണ് അസാധാരണമായ സെക്കൻഡറി തിക്നിങ് അല്ലെങ്കിൽ ദ്വിതീയ വളർച്ച എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൊറേവിയ, തഴുതാമ. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ വീടിന്റെ പരിസരങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു കോമൺ പ്ലാന്റ് ആണ് തഴുതാമ എന്ന് പറയും. അതുപോലെ ബിഗ്നോണിയ ഒരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ്. ഒരുപാട് കളറിൽ ഇതിന്റെ പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ദെൻ ഡ്രസീന, ഈ പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും കോമൺ ആണ്. പലതരത്തിലുള്ള ഡ്രസീന പ്ലാന്റുകളുണ്ട്. ഇതേ ടൈപ്പ് തന്നെ പല സ്പീഷീസ് ഡ്രസീന പ്ലാന്റുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ 2 ഡൈക്കോട്ട് പ്ലാന്റ് ആണ്. എന്നാൽ ഡ്രസീന എന്ന് പറയുന്നത് ഒരു മോണോക്കോട്ട് പ്ലാന്റ്. സാധാരണ മോണോക്കോട്ട് പ്ലാന്റ് വണ്ണം വെക്കാറുണ്ട്, സെക്കൻഡറി തിക്നിങ് കാണിക്കില്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇല്ല, നോർമലി എല്ലാ മോണോക്കോട്ട് പ്ലാന്റുകളും സെക്കൻഡറി തിക്നിങ് കാണിക്കാറില്ല. എന്നാൽ ഡ്രസീന എന്ന മോണോക്കോട്ട് പ്ലാന്റ് സെക്കൻഡറി തിക്നിങ് കാണിക്കും. തഴുതാമ അഥവാ ബൊറേവിയ വരുന്ന ഫാമിലി നിക്ടാജിനേസ്. എന്ന ഫാമിലിയിലാണ് തഴുതാമ അല്ലെങ്കിൽ ബൊറേവിയ കാണപ്പെടുന്നത്. ഒരു ഡൈക്കോട്ട് പ്ലാന്റ് ആണെന്ന് അറിയാം. ഇതിനകത്ത് അനോമലസ് സെക്കൻഡറി തിക്നിങ് കാണപ്പെടുന്നത്. സാധാരണ അതിന്റെ എപ്പിഡെമിസ് ഉപരിപതിയിൽ ഒറ്റ ലെയറുള്ള ചെറുതും നീളമേറിയതുള്ള കോശങ്ങൾ കാണപ്പെടും. അതിൽ എപ്പിഡമൽ ഹെയർ, ട്രൈക്കോംസ് കാണപ്പെടുന്നുണ്ട്. പിന്നെ വളരെ വ്യക്തമായിട്ടുള്ള കോർട്ടക്സ് കാണപ്പെടുന്നുണ്ട്. കുറച്ച് കോളങ്കൈമ കോശങ്ങൾ കൊണ്ടുള്ള ഒരു ഹൈപ്പോഡെമിസും കാണാൻ കഴിയും. സാധാരണ ഡൈക്കോട്ടിൽ ഹൈപ്പോഡെമസ് റീജിയനിൽ കോളങ്കൈമ ഉണ്ടെങ്കിലും അത് ഒന്നിൽ കൂടുതൽ നിരകളായിട്ട് കാണപ്പെടുന്നു, അല്ലെങ്കിൽ 4-5 നിരകളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. എന്നാൽ ഇവിടെ വളരെ കുറച്ച് കോശങ്ങൾ കൊണ്ടുള്ള ഒരു ഹൈപ്പോഡെമസ് ആയിരിക്കും കാണപ്പെടുന്നത്. അന്തർവൃതിക്ക് ശേഷം പെരിസൈക്കിൾ ഉണ്ട്, അതായത് എൻഡോഡമിന് ശേഷം പെരിസൈക്കിൾ ഉണ്ട്. എന്നാൽ ചില ഭാഗങ്ങളിൽ പെരിസൈക്കിൾ തുടർച്ചയല്ലാത്ത ഒരു പാച്ച് പോലെ, കൂട്ടം പോലെ കാണപ്പെടുന്നു. ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ ഒരു കൂട്ടമായിട്ട് ടിഷ്യൂസ് ഇങ്ങനെ കൂട്ടം കൂടി കിടക്കുന്നത് കാണാൻ കഴിയും. സംവഹന നാളീകങ്ങൾ, വാസ്കുലർ ബണ്ടിൽസിന്റെ പ്രത്യേകത 3 നിരകളായിട്ട് കാണപ്പെടും. ഓരോന്നും കൺജോയിന്റ് ആയിരിക്കും, കൊളാട്രൽ ആയിരിക്കും, എൻഡാർക്ക് ആയിരിക്കും. ടൈക്കോഡിസമിന്റെ പ്രത്യേകത കൺജോയിന്റ് വാസ്കുലർ ബണ്ടിൽ എന്താണെന്ന് പറയും, സൈലം ഫ്ലോയം ഒരുമിച്ചാണ്. കൊളാട്രൽ എന്ന് വെച്ചാൽ മുകളിൽ ഫ്ലോയം, തൊട്ട് താഴെ സൈലം, ഒറ്റ ലൈനിലായിരിക്കും. ദെൻ എൻഡാർക്ക്, മെറ്റാസൈലം പുറത്തോട്ടും പ്രോട്ടോസൈലം അകത്തോട്ട് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന എൻഡാർക്ക് മാനുവലായിരിക്കും ഇത് ഓരോ വാസ്കുലർ ബണ്ടിൽസും കാണപ്പെടുന്നത്. പ്രത്യേകത 3 നിരകളായിട്ടാണ് വാസ്കുലർ ബണ്ടിൽസ് കാണപ്പെടുന്നത്. ആ ചിത്രം ഒന്ന് മുകളിലത്തെ ചിത്രം നോക്കാം. ആദ്യത്തെ നിര, ഏറ്റവും പുറത്തെ നിരയിൽ ഏകദേശം 15 മുതൽ 20 വരെയുള്ള വാസ്കുലർ ബണ്ടിൽസ് കാണാൻ കഴിയും. അത് ചെറുതായിരിക്കും. ഏറ്റവും ചെറിയത് ഇതിൽ ഏറ്റവും പുറത്തായിട്ട്, അതിലിപ്പം ഒരു വേവ് പോലെ കിടക്കുന്ന കുറച്ച് ലൈൻസ് ആയി കാണപ്പെടുത്തിരിക്കുന്ന ഏറ്റവും പുറത്തെ ഭാഗത്ത് ഒരു 15 മുതൽ 20 വരെയുള്ള വാസ്കുലർ ബണ്ടിൽസ് കാണപ്പെടും. അത് ചെറുതായിരിക്കും. രണ്ടാമത്തെ നിരയിൽ 6 മുതൽ 14 വരെയുള്ള വാസ്കുലർ ബണ്ടിൽസ് കുറച്ചുകൂടി വലുതായിരിക്കും. ഏറ്റവും ഉള്ളിലായിട്ട് 2 വാസ്കുലർ ബണ്ടിൽസ് കാണാം. അത് കുറച്ച് വലുതുമായിരിക്കും. രണ്ടും അഭിമുഖമായിട്ട് കാണപ്പെടും. ഓപ്പോസിറ്റ് ആയിട്ട് അതിന്റെ ഫേസ് ചെയ്ത രീതിയിലായിരിക്കും കാണപ്പെടും. പുറത്ത് നിരയിൽ 15 മുതൽ 20 വരെ ബണ്ടിൽസ് കാണപ്പെടും. രണ്ടാമത്തെ നിരയിൽ 6 മുതൽ 14 വരെ. മൂന്നാമത്തെ നിരയിൽ 2 കാണാം. അത് ഫേസ് ടു ഫേസ്, ഓപ്പോസിറ്റ് രീതിയിലാണ് കാണപ്പെടുന്നത്. ഏറ്റവും പുറത്തുള്ളത് ചെറുതും പിന്നീട് അകത്തോട്ട് വരുന്നവരും വലുതായിരിക്കും. ഏറ്റവും ഉള്ളിലുള്ളത് ഏറ്റവും വലിയ വാസ്കുലർ ബണ്ടിൽസ് ആയിരിക്കും കാണാം. ഇതിൽ ഏറ്റവും പുറത്തുള്ള 15 മുതൽ 20 വരെയുള്ള ബണ്ടിൽസിലാണ്, വാസ്കുലർ ബണ്ടിൽസിലാണ് ദ്വിതീയ വളർച്ച, സെക്കൻഡറി തിക്നിങ് നടക്കുന്നത്. അകത്തോട്ട് സാധാരണഗതിയിൽ നടക്കുന്നില്ലെങ്കിലും ചില ബണ്ടിൽസിലൊക്കെ ചെറിയ തോതിൽ അതിന്റെ ഒരു വലിപ്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതൊരു വാസ്കുലർ ബണ്ടിൽസിന്റെ സെക്കൻഡറി തിക്നിങ് ആയിട്ട് കണക്കാക്കാം.
അതായത് ഏറ്റവും പുറത്തെ ലെയറിൽ വാസ്കുലർ ബണ്ടിൽസിന്റെ പ്രവർത്തനം കാരണം സെക്കൻഡറി തിക്നിങ് നടക്കുന്നുണ്ട്. എന്നാൽ അകത്തോട്ടുള്ള രണ്ട് ബണ്ടിലും നോർമലി സെക്കൻഡറി തിക്നിങ് നടക്കുന്നില്ല, പക്ഷേ ചെറിയ തോതിലൊക്കെ എന്തെങ്കിലും സെക്കൻഡറി തിക്നിങ് നടക്കുന്നുണ്ട്. ഏറ്റവും പുറത്തെ നിരയിലെ വാസ്കുലർ ബണ്ടിൽസിലായിരിക്കും വാസ്കുലർ ക്യാമ്പിയം കാണപ്പെടുന്നത്. ഏറ്റവും പുറത്തുള്ള 15 മുതൽ 20 വരെയുള്ള ബണ്ടിൽസിനകത്ത് ക്യാമ്പിയം കാണപ്പെടുന്നുണ്ട്. ആ ക്യാമ്പിയം എല്ലാം കൂടി ചേർന്ന് ഒരു ക്യാമ്പിൽ റിംഗ് ഫോം ചെയ്യും. അതായത് നോർമലി ഉള്ള ക്യാമ്പിയവും പിന്നെ ആ ബണ്ടിൽസിനിടയിൽ നിന്ന് പുതിയൊരു ഇന്റർഫസ്കുലർ ക്യാമ്പിയം കൂടെ ഫോം ചെയ്ത് ഒരു ക്യാമ്പിൽ റിംഗ് ഫോം ചെയ്യും. പിന്നെ പഴയതുപോലെ തന്നെ അതിന്റെ ആക്ടിവിറ്റി തുടരുകയും ചെയ്യും. ഓരോ വിധത്തിനിടയിലുള്ള പെരിസൈക്കിൾ കോശങ്ങളിൽ നിന്നായിരിക്കും ഇന്റർഫസ്കുലർ ക്യാമ്പ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞു, ബണ്ടിൽസിന് ഇടയിലുള്ള പെരിസൈക്കിൾ ഭാഗത്തുള്ള പാരഞ്ചൈമൽ ടിഷ്യൂസിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടിഷ്യൂസിനോ പുതിയ ക്യാമ്പ് ഇന്റർഫസ്കുലർ ക്യാമ്പ് ഉണ്ടാവുകയും നേരത്തെ ഉണ്ടായിരുന്ന ക്യാമ്പുമായിട്ട് ചേർന്ന് ക്യാമ്പിൽ റിംഗ് ഫോം ചെയ്യും. അകത്തോട്ടും പുറത്തോട്ടും പുതിയ ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൽ അകത്തോട്ട് ദ്വിതീയ സൈലും പുറത്തോട്ട് ദ്വിതീയ ഫ്ലോയും തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ് അകത്തോട്ട് സെക്കൻഡറി സൈലോ പുറത്തോട്ട് സെക്കൻഡറി ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്റർഫസിക്കുലർ ക്യാമ്പിയത്തിൽ നിന്ന് ലിഗ്നിൻ ആവാനുള്ള കഞ്ചക്റ്റീവ് കലകൾ അകത്തോട്ട് നിർമ്മിക്കുന്നു. അതാണ് ഒരു പ്രത്യേകത. അനോമലസ് സെക്കൻഡറി തിക്നിങ് എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത. ഇതിൽ ലിഗ്നിൻ കോട്ടിയിരിക്കുന്ന കുറച്ച് കട്ടിയുള്ള സെല്ലുകളെ അകത്തോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെ കഞ്ചക്റ്റീവ് കലകൾ, കഞ്ചക്റ്റീവ് ടിഷ്യൂസ് എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും നടുക്ക് വ്യക്തമായിട്ടുള്ള ഒരു പിത്ത് കാണപ്പെടുന്നു. സെന്ററിൽ വളരെ വ്യക്തമായിട്ട് പിത്ത് കാണും. സാധാരണഗതിയിൽ സെന്ററിൽ പിത്ത് കാണപ്പെടുന്നില്ല. കാരണം സെക്കൻഡറി തിക്നിങ് നടക്കുമ്പോൾ സെന്ററിൽ പ്രൈമറി സൈലം എന്ന് അക്യുമുലേറ്റ് ചെയ്യും. അതിന്റെ പുറത്ത് ഇപ്പൊ സെക്കൻഡറി സൈലം ആയിരിക്കും. സെന്ററിൽ അങ്ങനെ പിത്തൊന്നും കാണപ്പെടാറില്ല. എന്നാൽ ഇവിടെ സെന്ററിൽ വ്യക്തമായിട്ടുള്ള പിത്ത് കാണപ്പെടുന്നുണ്ട്. അത് തന്നെ ഒരു അനോമലസ് സെക്കൻഡറി തിക്നിങ് അല്ലേ. നോർമലി ഡൈക്കോട്ട് പ്ലാന്റിന് വ്യത്യാസമായിട്ട് ഇവിടെ പിത്തായിട്ട് തന്നെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഏറ്റവും സെന്ററിൽ 2 ബണ്ടിൽസ് ഉണ്ടാവും. അത് വലുതായിരിക്കും. അതിനൊരു മാറ്റം അധികം കാണപ്പെടുന്നില്ല. അതിന് ചുറ്റുമായിട്ട് 6 മുതൽ 12 വരെയുള്ള ബണ്ടിൽസ് കാണപ്പെടുന്നുണ്ട്. അതിന് വലിയ മാറ്റമൊന്നും കാണപ്പെടുന്നില്ല. ഏറ്റവും പുറത്തെ നിരയിൽ കാണപ്പെടുന്ന ബണ്ടിൽസിലാണ് സെക്കൻഡറി തിക്നിങ് നടക്കുന്നത്. അതിൽ നിന്നും അകത്തോട്ട് സൈലത്തോടൊപ്പം തന്നെ കുറച്ച് കട്ടിയുള്ള ലിഗ്നിൻ കോട്ടിരിക്കുന്ന കഞ്ചക്റ്റീവ് കലകളിൽ നിന്ന് പുതിയ ടിഷ്യൂസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ഒരു അനോമലസ് സെക്കൻഡറി തിക്നിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ബിഗ്നോണി എന്ന പ്ലാന്റിൽ സെക്കൻഡറി തിക്നിങ്. ബിഗ്നോണി പ്ലാന്റിന്റെ പ്രത്യേകത അതൊരു ഡൈക്കോട്ട് പ്ലാന്റ് ആണെങ്കിലും നോർമലി സാധാരണ ഡൈക്കോട്ട് പ്ലാന്റിനെ പോലെ ഒരു ക്യാമ്പിയം കാണപ്പെടുന്നുണ്ട്. അതിന്റെ ആദ്യത്തെ ആക്ടിവിറ്റിയിലെ സാധാരണ പ്ലാന്റുകളെ പോലെ സെയിം ആയിരിക്കും. പക്ഷെ പിന്നീടുള്ള പ്രവർത്തനം അസാധാരണമായിരിക്കും. അതെന്താണെന്ന് നോക്കാം. തുടക്കത്തിൽ ക്യാമ്പിയത്തിന്റെ ആ വലയത്തിന്റെ പ്രവർത്തനം സാധാരണഗതിയിലായിരിക്കും. അതായത് വാസ്കുലർ ബണ്ടിൽ തന്നെയുള്ള ക്യാമ്പിയും പിന്നെ ബണ്ടിൽസിന്റെ ഇടയിലുള്ള പാരങ്കമ കോശങ്ങളിൽ നിന്നും ഇന്റർഫസിക്കുലർ ക്യാമ്പിയും ഉണ്ടാവും. ഈ 2 ക്യാമ്പിയും തമ്മിൽ ഫോം ചെയ്തിട്ട് ജോയിൻ ചെയ്തിട്ട് ഒരു ക്യാമ്പിൽ റിംഗ് ഉണ്ടാവുകയും അകത്തോട്ട് സൈലം പ്രൊഡ്യൂസ് ചെയ്യും, പുറത്തോട്ട് ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. തുടക്കത്തിൽ അകത്തോട്ട് കൂടുതൽ സൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നു, പുറത്തോട്ട് കൂടുതൽ ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ചില ഭാഗങ്ങളിൽ ഒരു 4 ഭാഗം പറയുമ്പോൾ 4 ഭാഗം ഓപ്പോസിറ്റും പിന്നെ അതിന്റെ ഓപ്പോസിറ്റും ആയിരിക്കും. അതായത് ക്രോസ് ആകൃതിയിൽ, കുരിശിന്റെ ആകൃതിയിൽ വരുന്ന രീതിയിൽ 4 ഭാഗങ്ങളിൽ മാത്രം പുറത്തോട്ട് കൂടുതൽ ഫ്ലോയം പ്രൊഡ്യൂസ് ചെയ്യും, അകത്തോട്ട് കുറച്ച് സൈലം പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പൊ എന്ത് പറ്റും? ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെ അകത്തോട്ട് സൈലവും പുറത്തോട്ട് ഫ്ലോയും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു കോർണറിൽ എത്തുമ്പോൾ, ഓരോ കോർണറിൽ 4 ഭാഗങ്ങളിൽ എത്തുമ്പോൾ എന്ത് വരുന്നു? പുറത്തോട്ട് ഫ്ലോയം കൂടുതൽ ഉണ്ടാവും, അകത്തോട്ട് കുറച്ച് സൈലം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പുറത്തോട്ട് ഫ്ലോയം കൂടുതൽ ഉണ്ടാകുമ്പോൾ കുറച്ച് തള്ളൽ അകത്തോട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ ക്യാമ്പിയം അകത്തോട്ട് കുഴിഞ്ഞാണ് കാണുന്നത്. അങ്ങനെ ഒരു ക്രോസ് ആകൃതിയിലായിരിക്കും ഇതിന്റെ ഒരു പ്രവർത്തനം നടക്കുന്നത്. ആ ചിത്രം നോക്കുക. ക്യൂട്ടിക്കിൾ, എപ്പിഡെമിസ്, ഹൈപ്പോഡെമിസ്, അതായത് കോർട്ടെക്സ്, എൻഡോഡെമിസ് കഴിഞ്ഞിട്ട് പെരിസൈക്കിളിന്റെ ഒരു ചെറിയൊരു പാച്ച് പോലെ കാണാം. അതിനുശേഷം ക്യാമ്പിയത്തിൽ നിന്നും സെക്കൻഡറി ഫ്ലോയം പുറത്തോട്ടും അതിന്റെ ഇടയ്ക്ക് മിഡിൽ റൈസ്, അതായത് നീളമുള്ള പാരങ്കമ സെൽസ് ഉണ്ടാകുന്നുണ്ട്. ക്യാമ്പിയം ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് കാണാം. അത് നോക്കിയൊരു ചെറിയ കുഴി പോലെ അകത്തോട്ട് ക്യാമ്പിയം, 2 തരത്തിൽ ഞാൻ ക്യാമ്പിയം ചെയ്തിട്ടുണ്ട് അല്ലെ. ക്യാമ്പിയം എന്ന് കാണാം. ഈ 2 ക്യാമ്പിയം, ആദ്യം പുറത്തോട്ടൊരു ക്യാമ്പിയം പിന്നെ അകത്തോട്ട് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്ന ക്യാമ്പിയം. ആ കുഴിയാൻ കാരണം എന്ന് പറയുന്നത് ആ ഭാഗത്ത് കൂടുതൽ ഫ്ലോയമാണ് പുറത്തോട്ടുണ്ടായത്. പുറത്തോട്ട് ഫ്ലോയം ഒരുപാടുണ്ടായപ്പോൾ കുറച്ച് അകത്തോട്ടൊരു തള്ളലുണ്ടായി. ആ തള്ളലിന്റെ ഫലമായിട്ട് കുഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആ ക്യാമ്പിയത്തിൽ നിന്നുണ്ടാകുന്ന ഫ്ലോയത്തിന്റെ ഇടയിൽ നമുക്ക് സ്ക്ലീറൻഗൈമ ബാൻഡുകൾ കാണാൻ കഴിയും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്ലീറൻഗൈമ ബാൻഡ് ഉണ്ട്. കാരണം ഫ്ലോയം ഒരു കട്ടി വന്ന ടിഷ്യൂ അല്ലേ. അപ്പൊ മെക്കാനിക്കൽ സപ്പോർട്ട് വേണ്ടി നശിക്കാതിരിക്കാൻ സ്ക്ലീറൻഗൈമുള്ള ബാൻഡുകൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു കുഴി പോലുണ്ട്. ഇപ്പൊ ഇതുപോലെ 4 ഭാഗം, ഇത് നേരെ ഓപ്പോസിറ്റും അതിനൊരു ക്രോസ് വരുന്ന രീതിയിലുള്ള 4 ഭാഗം ചിന്തിച്ചു നോക്കൂ. അങ്ങനെ ഒരു 4 മൂലകളിൽ മാത്രമാണ് ഈ ഒരു വ്യത്യാസം കാണപ്പെടുന്നത്. ബാക്കി എല്ലായിടത്തും സാധാരണ പ്ലാന്റ്സ് നടക്കുന്നത് പോലുള്ള സെക്കൻഡറി തിക്നിങ് ആയിരിക്കും.
ഈ ചിത്രം നോക്കൂ. അതിൽ നേരത്തെ പറഞ്ഞതൊക്കെ എന്നെ കണ്ടോ, 4 ഭാഗങ്ങളിൽ മാത്രം ഒന്ന് കുഴിഞ്ഞിരിക്കുന്നുണ്ടോ? ബാക്കി എല്ലായിടത്തും നോർമലി എങ്ങനെയാണോ സെക്കൻഡ് തിങ് നടക്കുന്നത് അതുപോലെ ആയിരിക്കും. ആ ഒരു 4 ഭാഗങ്ങളിൽ മാത്രം ഒരു കുരിശിന്റെ ആകൃതിയിൽ ക്യാമ്പിംഗ് കാണപ്പെടുന്നത്. അത് അകത്തോട്ട് ആ ക്യാമ്പിംഗ് തള്ളപ്പെട്ടു. എന്തുകൊണ്ടായിരിക്കും? ആ ഭാഗത്ത് മാത്രം കൂടുതൽ ഫ്ലോയും പുറത്തോട്ടുണ്ടായി, അകത്തോട്ട് കുറച്ച് സൈലം ഉണ്ടായി. അപ്പൊ ആ ഒരു എന്താണ് ടിഷ്യൂസ് ബാലൻസ് ആവുന്ന കണക്കാണ്. പുറത്തോട്ട് കൂടുതൽ ഫ്ലോയോ അകത്തോട്ട് കുറച്ച് സൈലോ ആയപ്പോൾ അത് കറക്റ്റ് ബാലൻസ് ആക്കാൻ വേണ്ടി കുറച്ച് പിറകിലോട്ട് അങ്ങ് തള്ളി അല്ലേ. ബാക്കി എല്ലാ സ്ഥലത്തും സൈലോ ഫ്ലോയത്തിന്റെ അളവ് ഒരുപോലെ ഇരിക്കുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഫ്ലോയം പുറത്തോട്ട് കൂടുതലായിട്ട് അങ്ങോട്ട് പോകാതെ അത് അവിടെ നേരത്തെ ഫ്ലോയത്തിന്റെ അതേ നിരയിൽ ബാലൻസ് ആവും. പക്ഷെ അകത്തോട്ടായിരിക്കും ബാക്കി തള്ളുന്നത്. കാരണം അകത്ത് സൈലം കുറവാണല്ലോ. അങ്ങനെ ഒരു തള്ളൽ ഉണ്ടായപ്പോഴാണ് അകത്തോട്ടൊരു ചെറിയ വെഡ്ജ് പോലെ, ഒരു കുഴി പോലെ ഉണ്ടായത്. അങ്ങനെ ക്രോസ് ആകൃതിയിൽ ഒരു വെഡ്ജിന്റെ ആകൃതിയിൽ, കുരിശിന്റെ ആകൃതിയിലായിരിക്കും 4 മൂലകളിൽ ഇതിന്റെ പ്രവർത്തനം. ആ ഫ്ലോയത്തിനിടയ്ക്ക് ഒരു സ്ഥിരകൈവ ബാൻഡ് കൂടി കാണപ്പെടുന്നു. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഓരോ ബാൻഡ് സമാന്തരമായിട്ട് പാരലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ ഈ പ്ലാന്റ് നടക്കുന്നു? ഇതിന്റെ ആവശ്യകത. ഇതൊരു വള്ളിപ്പടർപ്പാണെന്ന് പറഞ്ഞല്ലോ. ചെടികൾ ഇങ്ങനെ ചുറ്റിയാണ് പോകുന്നത്. സ്റ്റെമ്മിൽ ഇങ്ങനെ ചുറ്റി പോകുമ്പോൾ ആ ചുറ്റലുണ്ടാകുന്ന ഭാഗം, ഒരു സ്റ്റെമ്മില് ഈ ചെടി ഇങ്ങനെ ചുറ്റി പോകുമ്പോൾ ആ ചുറ്റുന്ന ആ ഒരു അടിഭാഗം ഉണ്ടല്ലോ, ആ സ്റ്റെമ്മിന്റെ അടിഭാഗം ചിലപ്പോൾ അവിടെ അമർന്ന് ഞെരിഞ്ഞു പോകുമ്പോൾ അവിടുത്തെ ടിഷ്യൂസിന് എന്തെങ്കിലും ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ചുറ്റി വളർന്നു പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ അമർത്തപ്പെടുന്ന ഒരു ഭാഗം ഉണ്ടാവും. അവിടുത്തെ കലകൾ പൊട്ടാനും നശിക്കാനും കാരണമായതുകൊണ്ടാണ്, അത് ഒഴിവാക്കാനാണ് അത്തരം ഭാഗത്തുള്ള വെഡ്ജ് ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള തള്ളലുള്ള അല്ലെങ്കിൽ വെഡ്ജിന്റെ ആകൃതിയുള്ളത് കൊണ്ട് തന്നെ ചെടികൾക്ക് ഈസി ആയിട്ട് ആ സ്റ്റെമ്മിലൂടെ പടർന്നു കയറാൻ പറ്റും. ആ പടർന്നു കയറുന്നുള്ള അഡാപ്റ്റേഷൻ അനുകൂലമായിട്ടാണ് ഇങ്ങനൊരു അനോമല സെക്കൻഡ് ടെക്നിക് കാണുന്നത്. അടുത്തത് ഡ്രസീന എന്ന പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ് ലിലിയേസി കുടുംബത്തിലാണ് വരുന്നത്. നമ്മുടെയൊക്കെ വീടുള്ള ഒരു ഗാർഡൻ പ്ലാന്റ് ആണ്. സാധാരണ ഒരു മോണോകോട്ട് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് ക്യാമ്പിയം ആബ്സെന്റ് ആണ് സാധാരണഗതിയിൽ ദ്വിതീയ വളർച്ച സെക്കൻഡ് ടെക്നിക് കാണിക്കാറുള്ളത്. എന്നാൽ ഡ്രസീന അതുപോലെ യൂക്ക എന്ന പ്ലാന്റ് ഉണ്ട്. യൂക്ക പ്ലാന്റിലൊക്കെ അസാധാരണമായിട്ട് ഉണ്ടാകുന്ന ഒരു ക്യാമ്പിയത്തിൽ നിന്നും സെക്കൻഡ് ടെക്നിക് കാണുന്നത്. കാരണം ഇതിനകത്ത് ക്യാമ്പിയം ഇല്ലല്ലോ. അപ്പോൾ പുതുതായിട്ട് ദ്വിതീയമായിട്ട് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ടിഷ്യൂസ് നിന്നെങ്കിലും ക്യാമ്പിയം ഉണ്ടായിട്ട് പിന്നീട് അതിന്റെ ഒരു സെക്കൻഡ് ടെക്നിക് കാണിക്കാറുണ്ട്. അത് കൂടുതലും പെരിസൈക്കിൾ, ഡ്രസീന എന്ന പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പെരിസൈക്കിളിൽ നിന്നോ അല്ലെങ്കിൽ കോട്ടക്സിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ടിഷ്യൂസിൽ നിന്നും അസാധാരണമായിട്ട് ഒരു മെരിസ്റ്റം ഉണ്ടാവുകയും ക്യാമ്പിയങ്ങളുടെ മെരിസ്റ്റം ഉണ്ടാവും. പിന്നീട് അത് സെക്കൻഡ് തിങ്ങിന് കാരണമാവുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ പ്രാഥമിക ഘടന, അതായത് പ്രൈമറി സ്ട്രക്ചർ സാധാരണ മോണോകോട്ടിനെ പോലെ തന്നെയാണ്. അതായത് ഉപരിവൃതിയുണ്ട്, തൊട്ട് താഴെ സ്ക്ലീറൻ കൈ കൊണ്ടുള്ള ഹൈപ്പോഡെർമിസ് ഉണ്ട്. നോർമലി മോണോകോട്ട് പ്ലാന്റ്സിൽ എങ്ങനെയാണോ, ഏത് മോണോകോട്ട് പ്ലാന്റ്സ് എടുത്താലും അതിനകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഉപരിവൃതി ഉണ്ട്. അതിന് തൊട്ട് താഴെ എന്തുണ്ട്, സ്ക്ലീറൻ കൈമ കൊണ്ടുള്ള ഒരു ഹൈപ്പോഡെർമിസ് കാണാൻ കഴിയും. പിന്നീട് വാസ്കുലർ ബണ്ടിൽസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും. ന്യൂമറസ് ഉണ്ടാവും. ഓരോന്നും ക്ലോസ്ഡ് ബണ്ടിലാണ്. ക്ലോസ് എന്ന് വെച്ചാൽ സൈലം ഫ്ലോ ഉണ്ട്, പക്ഷെ ക്യാമ്പിയം ആബ്സെന്റ് ആണ്. അങ്ങനെ ക്ലോസ്ഡ് ബണ്ടിലാണ്. അപ്പൊ ക്യാമ്പിയം ഇല്ല. എന്നാൽ ഇതിന്റെ കോർട്ടക്സിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പെരിസൈക്കിളിന്റെ ഭാഗത്തുനിന്നോ എവിടെന്നെങ്കിലും എന്ത് ചെയ്യും? ഇവിടെ പെരിസൈക്കിൾ കോർട്ടക്സ് എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട്. സാധാരണ മോണോകോട്ടിൽ നമുക്ക് അങ്ങനെ ഒരു റീജിയനായിട്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ ഒരു ലെയർ ഫോം ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ കോർട്ടക്സും എൻഡോഡെർമിസും നമുക്ക് തിരിച്ചു പറയാൻ പറ്റും. അല്ലെങ്കിൽ പെരിസൈക്കിൾ നിന്ന് തിരിച്ചു പറയാൻ പറ്റുന്നതും ആ ഭാഗമാണ് പിന്നീട് മെരിസ്റ്റമായിട്ട് മാറുന്നത്, ക്യാമ്പിയമായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് കോർട്ടിക്കൽ റീജിയൻ എന്നോ താഴെയുള്ള പെരിസൈക്കിൾ റീജിയൻ എന്നോ പറയാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് സെക്കൻഡ് തിക്കിനി നടക്കുന്നത് വെച്ചാൽ, ഇവിടെയുള്ള അടിസ്ഥാന കലകൾ, ഗ്രൗണ്ട് ടിഷ്യൂസിന്റെ നീളം വയ്ക്കുന്ന സെല്ലുകളുടെ പ്രവർത്തനം നിലയ്ക്കുന്ന ഭാഗത്ത്, അതായത് സെല്ലുകൾ നീളം വയ്ക്കുന്ന എവിടെ നിലയ്ക്കുന്നോ ആ ഭാഗത്തെ സെല്ലുകൾ പുതിയ മെരിസ്റ്റം ക്യാമ്പിയമായിട്ട് മാറുകയും ഇത് ആക്റ്റീവ് ആവുകയും ചെയ്യും. ഇത് അകത്തോട്ട് കൂടുതൽ ആക്റ്റീവ് ആവുകയും കൂടുതൽ സൈലവും പാരൻഗൈമും പ്രൊഡ്യൂസ് ചെയ്യും. പുറത്തോട്ട് വളരെ കുറച്ച് മാത്രം പാരൻഗൈമുകൾ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യൂ. അകത്തോട്ട് സൈലവും പാരൻഗൈമും, പുറത്തോട്ട് പാരൻഗൈമും മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി അകത്തോട്ടുണ്ടെന്ന പാരൻഗമ സെൽസിന്റെ പ്രത്യേക കുറച്ച് കട്ടിയുള്ളതായിരിക്കും. അതിനെ കൺജക്റ്റീവ് കലകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ഈ ആക്ടിവിറ്റി കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ക്യാമ്പിയത്തിന്റെ ആക്ടിവിറ്റി മാറും. അകത്തോട്ട് സൈലവും പാരൻകൈമുകളും മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിന്റെ ആക്ടിവിറ്റി മാറിയിട്ട് സൈലത്തിന്റെ മുകളിൽ ഫ്ലോയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പിന്നീട് വീണ്ടും സൈലം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇതിന്റെ ആക്ടിവിറ്റി ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. ആദ്യം ഉണ്ടായ സൈലത്തിൽ കുറച്ചുകൂടെ വലിയ വെസലുകളായിരിക്കും, പിന്നീട് ഉണ്ടാകുന്ന ചെറിയ വെസലുകളായിരിക്കും. ഓരോ വാസ്കുലർ ബണ്ടിലും പൊതിഞ്ഞുകൊണ്ട് ബണ്ടിൽ കവചം, ബണ്ടിൽ ഷീത്തും കാണപ്പെടും. മോണോകോട്ട് പ്രത്യേകമാണല്ലോ. ബണ്ടിൽ ഷീത്തും ഫുൾ വാസ്കുലർ ബണ്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് ബണ്ടിൽ ഷീത്ത് കാണപ്പെടുന്നുണ്ട്. അത് സ്ക്ലീറകൈം കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. ക്യാമ്പിയത്തിന്റെ പ്രവർത്തനം കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ആദ്യം പാരൻഗമ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം, ഉൾവശത്തോട്ടെല്ലാം അകത്തോട്ടെല്ലാം സൈലം ഉണ്ടാവും. നേരത്തെ സൈലം ഉണ്ടായ സ്ഥലങ്ങളിലെല്ലാം പിന്നീട് പാരൻഗൈമ ഉണ്ടാവും. ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും.
ആദ്യം പാരഗം ഉണ്ടായ സ്ഥലത്ത് സൈലം, സൈലം ഉണ്ടായ സ്ഥലത്ത് പാരഗം, ഇങ്ങനെ മാറി മാറി ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രവർത്തനം വീണ്ടും വീണ്ടും മാറി വരുന്നത് കൊണ്ട് ഒരുപാട് വാസ്കുലർ ബണ്ടിൽസും അതിന്റെ വലയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ ബണ്ടിൽസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഹൈപ്പോഡർമസിന് താഴെയായിട്ട് പുതിയൊരു ക്യാമ്പ് ഉണ്ടാകും. അതാണ് കോർക്ക് ക്യാമ്പ്. അതായത് ഹൈപ്പോഡർമൽ സെൽസിലുള്ള കുറച്ച് ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്യാമ്പിയമായിട്ട് മാറും. അതിനെ കോർക്ക് ക്യാമ്പ് എന്ന് പറയും. ഈ കോർക്ക് ക്യാമ്പിൽ നിന്നും പിന്നീട് കോർക്ക് ക്യാമ്പും കൂടെ ചേർന്നായിരിക്കും ബാക്കിയുള്ള ടിഷ്യൂസിനെ പ്രൊഡ്യൂസ് ചെയ്ത് സെക്കൻഡറി തിക്കിന് നടക്കുന്നത്. ഇതിൽ സാധാരണ പ്ലാന്റ്സിൽ കോർക്ക് ക്യാമ്പിൽ സെക്കൻഡറി കോട്ടക്സ് ഉണ്ടാവും. ഇങ്ങനെ പറയുന്നില്ല, കോർക്ക് ക്യാമ്പ് ഉണ്ടാവും. അതിൽ നിന്ന് കോർക്കും കൂടെ ഉണ്ടായി അതിന്റെ പ്രവർത്തനം തുടങ്ങുന്നു. ഔട്ടറിലും ഒരു സെക്കൻഡറി തിക്കിന് നടക്കുന്നുണ്ട്, ഇന്നർ ഭാഗത്തും സെക്കൻഡറി തിക്കിന് നടക്കുന്നു. ഇതൊരു മോണോകോട്ട് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പുതിയ ബണ്ടിൽസ് ആയിട്ടാണ് കൂടുതലും ഉണ്ടാവുന്നത്. സാധാരണ പ്ലാന്റ്സിൽ കാണപ്പെടുന്നത് ത്രൂ ഔട്ട് ആയിട്ട് സൈലം സ്പ്രെഡ് ചെയ്തല്ല കാണപ്പെടുന്നത്. ഇതാണ് ഡ്രെസീന എന്ന പ്ലാന്റ് സെക്കൻഡറി തിക്കനിങ്, ഒരു മോണോകോട്ട് പ്ലാന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ബൊറേവിയ അഥവാ തഴുതാമ, വിഗ്നോണിയ, ഡ്രെസീന തുടങ്ങിയ പ്ലാന്റുകളുടെ അനോമലസ് സെക്കൻഡറി തിക്കനിങ്, അസാധാരണമായ ദ്വിതീയ വളർച്ച ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ രണ്ടെണ്ണം ഡൈക്കോട്ട് പ്ലാന്റ് ആണ്. അടുത്തത് ഒരു മോണോകോട്ട് പ്ലാന്റ്. ഡ്രെസീന ഒരു മോണോകോട്ട് പ്ലാന്റ് ആണ്. അതിലും മോണോകോട്ട് പ്ലാന്റ്സിലും ചില പ്ലാന്റുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെക്കൻഡറി തിക്കനിങ് കാണപ്പെടുന്നു. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക് എടുക്കണം. എല്ലാവർക്കും ശുഭദിനം.